ഹലോ ഗായ്സ്, വെൽക്കം ടു നമ്മളിന്ന് മില്ലിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ആരെങ്കിലും കിട്ടണേ നമുക്ക് കുറച്ച് ലൂട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് എന്തായാലും ബാക്കി വീടുകളിലൊക്കെ പോകാം. കാരണം നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങാൻ കാരണം എന്താണെന്ന് അറിയാമോ ഗൈസ്, നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ആദ്യമേ ചെന്ന് കയറി കഴിഞ്ഞാൽ നമ്മുടെ വേറെ ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നു വിടും. അതിനേക്കാൾ നല്ലത് നമ്മൾ ഏതെങ്കിലും ചെറിയൊരു ഒതുങ്ങിയ സ്ഥലത്തേക്ക് ഇട്ട് പതിയെ സോൺ വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ അങ്ങ് പോരുന്നതല്ലയോ. അപ്പോൾ ഗൈസ് ഇവിടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ പറക്കൊണ്ടിരിക്കുകയായിരുന്നു. വെറുതെ അവിടെ സ്റ്റെപ്പ് ഉണ്ടായിട്ട് മതിലും ചാടിങ്ങ് പോകുന്നു. കുറച്ച് ഇതും പോയി ഗൈസ്, ലൈഫും പോയി കിട്ടി. മാക്സിമം എല്ലാവരും FF കോയിലൊക്കെ എടുക്കണോട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ മാക്സിമം പറ്റുന്ന രീതിക്ക് സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഒട്ടും മറക്കരുത് കേട്ടോ ഗൈസ്. നമ്മളവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ വന്നാണ്. അപ്പോൾ അവിടെ എന്തോ ഒരു അനക്ക്, ഒരു ബുള്ളറ്റിൻ സൗണ്ട്. ഗൈസ് ഒരുത്തരെ സ്പോട്ട് ചെയ്തു അനവിട്ട്. എന്നാലും നമുക്ക് മാക്സിമം ഇവിടെ അവൻ്റെ പുറകെ ആരെങ്കിലും വരണമെന്നറിയാൻ പാടില്ല. ബുള്ളറ്റിൻ്റെ സൗണ്ടൊക്കെ കേട്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അവന് ആരുടെയും ഫൈറ്റ് കൊണ്ടിട്ട് പെട്ടെന്ന് ചാടിപ്പോകുന്നതായിരിക്കും. അതുകൊണ്ട് അവൻ്റെ പുറകെ ആരെങ്കിലും നിൽക്കണമെന്ന് നോക്കി ഇല്ല. അപ്പോൾ അവൻ്റെ ലൂട്ടെടുത്തു. ലൂട്ടിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. 2 ഉണക്ക ബാഗ് ഇട്ടാണ് ലെവൽ 1-ൻ്റെ മെഡ്. നമ്മളിപ്പോൾ എടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? എന്തായാലും ഇത് സോൺ തുടങ്ങുന്ന പ്ലേസാണ്. നമ്മളപ്പോൾ ഇവിടെ നിന്ന് പോരുമ്പോൾ വേറെ ആരും ഇവിടെ ഉണ്ടാവില്ല. പാവ ഈ മെഡിക്കറ്റ് സാധനങ്ങളൊക്കെ ഒറ്റയ്ക്കാവും. അതിനേക്കാൾ നല്ലത് നമ്മൾ നമ്മുടെ കൂടെ കൊണ്ടുപോകുന്നതല്ലേ ഗൈസ്. അപ്പോൾ നമ്മളിവിടെ ഏകദേശം നമ്മളിവിടെ നോക്കി ആരും കാണുന്നില്ല. അപ്പോൾ ഇനിയൊന്ന് ജസ്റ്റ് ഈ മേളിലൊക്കെ കയറിയിട്ട് കുറച്ച് റൂട്ടൊക്കെ എടുക്കാം. പക്ഷെ നമ്മൾ മേളിൽ കയറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന ഒരു നമ്മളിപ്പോൾ ഇവിടെ ഫുള്ളൊന്നും കറങ്ങാൻ ഗൈസ്. ഇവിടെ നമ്മളിപ്പോൾ ഏകദേശം കാരണം പോകാനുള്ളൊരു ചിന്ത വന്നിട്ടുണ്ട്. കാര്യം പറയാൻ ശ്രമിക്കുന്നത് എന്തോ ഒരു ഭാഷ കടഞ്ഞു. ആ ഒരു ഗ്രീൻ സാധനം ഉണ്ടല്ലോ, ഇതെന്താ എനിക്കിതൊരു പിടിയിട്ടില്ല. ഒരുമാതിരി മരുന്ന് പോലെ ഇരിക്കണം. യൂസ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ കാരണം ഞാൻ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ഇടണത്. അതും ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എന്തൊക്കെയോ പറ്റുന്ന തൊണ്ടക്കി. സോ നമ്മൾ FF കോയിൻ എടുത്തിട്ടുണ്ട്. നമ്മളവിടെ നിന്ന് പോകാമെന്നൊരു ചിന്തയിലാണ്. കുറച്ച് സാധനങ്ങൾ പറക്കി ഗ്ലൂ എന്തായാലും നമുക്കൊരു 6 എണ്ണത്തിനോളം ആകെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അവിടെ പോയി മെഡ് കേസ്. ഞാൻ ഇത്രയും പറഞ്ഞല്ലോ, നമ്മൾ എടുത്തില്ലെങ്കിൽ പാവപ്പെട്ട മെഡൊക്കെ ഒറ്റയ്ക്കായി പോകും. അവർക്ക് വിഷമായി പോകും കേസ്. ആ വിഷമം മാറ്റാൻ വേണ്ടി മാത്രമാണ് അവരുടെ പാവം മെഡിക്കറ്റിൻ്റെയൊക്കെ വിഷമം മാറ്റാൻ വേണ്ടി മാത്രമാണ് കേസ് ഞാനിവിടെ നിന്ന് മാറി ആ മെഡൊക്കെ എടുക്കണത്. അപ്പോൾ നമുക്ക് പോയാലോ. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നും നോക്കാനായിട്ട് പറക്കാൻ വന്നതാണ്. നമുക്ക് ഇതുവഴി ചാടി അപ്പുറത്തേക്ക് പോകും. മാപ്പ് നോക്കി നമ്മളെങ്ങോട്ടും പോകുന്നുണ്ട്. മേളിലേക്ക് കയറി പോകുന്നുണ്ട്. എവിടെ എത്തുമെന്നൊരു പിടിയുമില്ല. ഇവിടെയൊക്കെ ചാടാൻ വെച്ചിട്ട് അതിലേക്ക് വെച്ചേക്കണം. അപ്പോഴവർക്ക് അപ്പുറത്തേക്ക് ചാടാൻ പോലെ. നമ്മളിവിടെ വെറുതെ ഇരുന്നേരം നമ്മൾ എനിമീനെ കണ്ടിട്ട് മിണ്ടാണ്ട് മരത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. തല നോക്കി അവൻ അടിച്ചടെ. അവൻ അവിടെ സ്പോട്ട് കയറുന്നു. പെട്ടെന്ന് അടിച്ചത് കുഴപ്പമൊന്നും ഉണ്ടല്ലേ. അവനെ ഞാൻ തലടിച്ച് കിട്ടുന്നില്ല. അവൻ്റെ നോക്കി എവിടെ പോയി കിടക്കണോ വെറുതെ പോയി എന്നെ പിടിച്ച് അവൻ അപ്പുറത്തുണ്ടോന്ന് നോക്കിയാൽ നമ്മൾ സത്യം വന്നതല്ലേ. എന്തായാലും പിന്നെ കളി പോകും. അവനിട്ട് അടിക്കും. ഒന്നാം എനിക്ക് റാങ്ക് അവനെന്തായാലും അടിച്ചത് താഴേക്കിറങ്ങിയൊരു നിങ്ങളിപ്പോൾ കണ്ടു ലൈഫ് കുറഞ്ഞ് കടന്നു അവൻ്റെ ഇടയിലാണ് അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ മതിലൊക്കെ 2 കെട്ടി ബാക്കിൽ ഒളിച്ചിരിക്കണം. അതാകുമ്പോൾ അടി കിട്ടില്ല. ഞാൻ മാക്സിമം ഇതിന് പുറത്തോട്ട് അവൻ അടിക്കാൻ നോക്കി, നടക്കണില്ല ഗൈസ്. അത് ഞാൻ നോക്കി പോകും. അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ അവിടെ നിന്ന് ഇറങ്ങി വന്നു. ഒന്നും നോക്കില്ല, അവൻ കിണ്ണ അടി കൊടുത്തു ഗൈസ്. അപ്പോഴാണ് അവൻ്റെ ടീമേറ്റ് ഫ്രണ്ടിലൂടെ വരണ്ടായിരുന്നു. അപ്പോൾ അവനടിക്കാൻ നോക്കി നടന്നില്ല. നമ്മൾ നേരെ ഗ്ലൂ വാളിട്ടു. അവന് എന്തായാലും അവൻ അടിച്ചു കയറ്റും ഗൈസ്. കാരണം അവൻ്റെ റിവെഞ്ച് എടുക്കാൻ പറഞ്ഞായിരിക്കും. റിവെഞ്ച് അത് നമ്മൾ എത്ര വിചാരിച്ചാലും തടയാൻ പറ്റുന്ന ഒന്നില്ല. അത് കാരണം നമ്മൾ അവനെ മാക്സിമം തീർക്കാൻ നോക്കും. അല്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. അവനെ തീർക്കാൻ 4 കില്ല്. നമ്മളിപ്പോൾ 4 കില്ല് എടുത്തിട്ടുണ്ട്. പിന്നെ ബാലൻസ് 9 അല്ലേ ഗൈസ്. എന്നെ ഒഴിച്ചിട്ടാണെങ്കിൽ എവിടെ പോയി കിടക്കാം. ഒരുത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരെ
അവനെ അടിക്കാൻ നോക്കി. അപ്പോൾ നമുക്കൊരു പേടി നടന്ന് അവനെ തിരിച്ചടിക്കുന്നു. അത് കാരണം നമ്മൾ ഒന്നും നോക്കാണ്ട് ഒരു ഗ്ലൂ ആൾട്ടത് അങ്ങോട്ട് ഓടുകയാണ്. അത് കാരണം നമ്മൾ അത്ര ഇതില്ല, പെട്ടെന്ന് അവൻ തിരിഞ്ഞു. അപ്പോൾ നമ്മൾ ഗ്ലൂ ആൾട്ട് നമ്മൾ നോക്കി അമ്മയിലുള്ള യുവമ്മയുടെ ബുള്ളറ്റ് തീർന്നിട്ടുണ്ട് ഗൈസ്. ഒരുമാതിരി ചതിയായിപ്പോയി. ഇപ്പോൾ മറ്റേ കഞ്ഞൊരു ഹലോ ഗൈസ്, നമ്മളിവിടെ നോക്കുമ്പോൾ കാണാൻ ബാലൻസ് അലൈവ് എന്തായാലും 6. നമ്മളിപ്പോഴും 4 ഇതിൽ തന്നെ എന്തുവായത്, ഒരനക്കമില്ലല്ലോ ഇത്.